കണ്ണൂരിലെ പ്രതിഷേധം അത് സംഘർഷാവസ്ഥയിലേക്ക് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുന്നു. പ്രവർത്തകരുമായി വാക്ക് തർക്കമുണ്ടാകുന്നു. പ്രതിഷേധങ്ങൾ പലയിടത്തും സംഘർഷപരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. പത്തനംതിട്ടയിൽ നമ്മൾ നേരത്തെ കണ്ടത് താങ്ങ് കൊടുത്തുള്ള പ്രതിഷേധമാണെങ്കിൽ കണ്ണൂരിൽ അത് പോലീസുമായി നേർക്കുന്ന ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധം തുടങ്ങി ഇപ്പോൾ പോലീസിനെതിരായ മുദ്രാവാക്യങ്ങളാണ്. പോലീസ് സ്വാഭാവികമാണ് സമരക്കാരെ പറയുക എന്നത്. അത് പോലീസിനെതിരായ മുദ്രാവാക്യം വിളികളായി മാറിയിരിക്കുന്നു. കണ്ണൂരിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, ഈ പ്രതിഷേധക്കാരെ തടയാൻ മാത്രമുള്ള പോലീസ് സംവിധാനം ഉണ്ടോ? വളരെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വലിയൊരു പോലീസ് സന്നാഹത്തെ DMO ഓഫീസിന് മുൻപിൽ വിന്യസിച്ചിരുന്നു. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെയാണ് വിന്യസിച്ചത്. അത് സംഘർഷം ഉണ്ടാവുമെന്ന ധാരണയിൽ നേരത്തെ തന്നെ അത് മുൻകൂട്ടി കൊണ്ടാണ് അങ്ങനെ ഒരു വിന്യാസവും നടന്നത്. എന്നാൽ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് പ്രവർത്തകർ ഒന്നടങ്കം ഈ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി. അതിനു പിന്നാലെ പ്രവർത്തകർ ഒന്നാകെ ആക്രോശിച്ച് പോലീസിന് നേരെ തിരിയുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ ഉണ്ടായി. അതിൽ വനിതാ പ്രവർത്തകർ പലരും റോഡിൽ വീണ പ്രവർത്തകരെ ഉടനെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് പോലീസ് കൊണ്ടുവന്ന ബസ്സിലേക്ക് കയറ്റുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ജലകീരിമ്പി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. വീണ്ടും പോലീസുമായി ഉന്തും തള്ളുമാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നടക്കുന്ന സംഘർഷാവസ്ഥയാണ്. കണ്ണൂർ DMO ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം, ഒരു സ്ത്രീയുടെ മരണം, ഇതൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കേരളത്തിലുടനീളം പ്രതിപക്ഷ സംഘടനകളെ കൊണ്ടുപോയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ്, യൂത്ത് ലീഗ്, കോൺഗ്രസ്, BJP, യുവമോർച്ച, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ യുവജന വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നത്. പത്തനംതിട്ടയിൽ സമാധാനപൂർവമായ ഒരു പ്രതിഷേധ പരിപാടി നടന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന് ഊന്ന് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ കണ്ടതെങ്കിൽ കണ്ണൂരിൽ അത് സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇംതിയാസ്, ഇതുതള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും പ്രതിഷേധം ആ രീതിയിൽ തന്നെ പോലീസുമായിട്ടുള്ള വാക്കുതർക്കം, ഏറ്റുമുട്ടൽ അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഗേറ്റ് ചാടിക്കടന്ന് ചില പ്രവർത്തകർ DMO ഓഫീസിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അവരെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അവരെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേറ്റിന് മുകളിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു കയ്യാങ്കളി, ഒരു വാക്കുതർക്കം, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസും മതിലിന്റെ മുകളിലേക്ക് പോലീസ്
പോലീസും കയറിയിട്ടുണ്ട്. അവിടെ പ്രവർത്തകർ ആ ഗേറ്റിന്റെ ആർച്ചിന് മുകളിലായിട്ട് കൈ പിടിച്ച് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പോലീസുകാർ ഇടപെട്ട് ആ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം പോലീസിനെതിരെ ആക്രോശിച്ച് സമീപത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കയ്യാങ്കളി. ആ രീതിയിലേക്കാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോകുന്നത്. ഗേറ്റ് വളരെ നേരത്തെ തന്നെ DMO ഓഫീസിന്റെ ഗേറ്റ് അകത്ത് നിന്ന് പോലീസ് എത്തി പൂട്ടിയിട്ടിരുന്നു. ഉള്ളിൽ പോലീസുകാരെയും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെയും ഉള്ളിൽ പ്രവേശിപ്പിച്ച് അവിടെ എല്ലാവിധത്തിലുള്ള ജാഗ്രതയും പോലീസ് പുലർത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധം തുടങ്ങി അല്പസമയത്തിനകം തന്നെ പ്രവർത്തകർ ഒന്നടങ്കം ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അതിന് പിന്നാലെയാണ് പോലീസും ഗേറ്റ് എടുത്തു ചാടി അകത്തേക്ക് പ്രവേശിച്ചത്. പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഏത് വിധേനയും താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ദൃശ്യം ഇതാ, അതായത് ഇപ്പോൾ അകത്ത് കയറി അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ ഒന്നടങ്കം ഈ വാഹനത്തിന്റെ പോലീസ് ബസിന്റെ വാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു. അവിടെയും പ്രവർത്തകരെ ഒന്നടങ്കം പ്രതിരോധിച്ച് അകത്തേക്ക് തന്നെ കയറ്റാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തിപ്പോൾ നടക്കുകയാണ്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയിലേക്ക്, വലിയ കയ്യാങ്കളിയിലേക്ക് കണ്ണൂരിലെ പ്രതിഷേധം പോയി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ അതിനുള്ളിൽ തന്നെ ഒരു വിധത്തിലും പുറത്തിറങ്ങാതെ നോക്കാനുള്ള ശ്രമം, മറ്റൊരു ഭാഗത്ത് അകത്ത് കയറിയ DMO ഓഫീസിലേക്ക് ഗേറ്റ് ചാടിക്കിടന്ന് അകത്തേക്ക് പ്രവേശിച്ച ആളുകളെ അനുനയിപ്പിച്ച് പുറത്തേക്കിറക്കാനുള്ള പോലീസിന്റെ ശ്രമം. ഈ രണ്ട് രീതിയിലാണ് കണ്ണൂരിലെ ചിത്രം. കണ്ണൂരിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് വലിയ പ്രതിഷേധം, വലിയ കയ്യാങ്കളി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും വളരെ നേരത്തെ തന്നെ പോലീസ് ഇവിടെ വലിയ വിന്യാസം നടത്തി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തകരെ ഏത് വിധേനയും പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഓരോ ഘട്ടത്തിലും വിളിക്കുന്ന മുദ്രാവാക്യം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും അതുപോലെ തന്നെ മന്ത്രി VN വാസുവിനെതിരെയുമുള്ള മുദ്രാവാക്യമാണ് പ്രവർത്തകർ. കണ്ണൂരിലെ DMO ഓഫീസിന് മുന്നിൽ കാണുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. പക്ഷേ പ്രവർത്തകരുമായി പോലീസിന് വലിയ തോതിൽ ബലപ്രയോഗം നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രവർത്തകരുമായി പോലീസ് വാഹനം നീങ്ങുകയാണ്. ഒട്ടേറെ പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് എത്തിച്ചു. അതേസമയമാണ് കവാടത്തിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അവരെ ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് താഴെ ഇറക്കുകയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇംതിയാസ്, പ്രധാനപ്പെട്ട പ്രവർത്തകരെ അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയവരെയൊക്കെ പോലീസ് തൽക്കാലം മാറ്റി അവിടെ നിന്ന് അല്ലേ? ഒരു കൂട്ടം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ കുറച്ച് പ്രവർത്തകർ കൂടെ, അതായത് നേതാക്കൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഇപ്പോഴും ഗേറ്റിന് മുൻപിൽ തന്നെ DMO ഓഫീസിന്റെ ഗേറ്റിന് മുൻപിൽ തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ പ്രതിഷേധം ആ രീതിയിൽ നടക്കുന്നത്. പോലീസ് ആ വാഹനം പോയതിന് പിന്നാലെ തന്നെ പോലീസ് ഈ പ്രവർത്തകരെ, ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പ്രവർത്തകരെ പ്രതിരോധിക്കുകയാണ്. അവിടെ എത്തി ഈ പോലീസ് വാഹനത്തിലുള്ള പ്രവർത്തകരെ സ്റ്റേഷനിൽ കൊണ്ട് ചെന്നിറക്കി ആ വാഹനം തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ബാക്കി അവശേഷിക്കുന്ന പ്രവർത്തകരെ കൂടെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. എന്നാൽ നേതാക്കൾ ഉൾപ്പെടെ, ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ പോലീസ് മതിലിന് മുകളിൽ കയറി അനുനയിപ്പിച്ച് അവരെ താഴെ ഇറക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഗേറ്റിന് മുൻപിൽ, DMO ഓഫീസിന്റെ ഗേറ്റിന് മുൻപിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയാണ് നടക്കുന്നത്, സംഘർഷമാണ് നടക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്തു. ഒരു ചെറിയ സമയം പോലും ഗേറ്റ് തള്ളി നിൽക്കാനോ ഒന്നും പ്രവർത്തകർക്ക് സമയം കിട്ടിയില്ല എന്ന് തന്നെ വേണം
എന്ന് പറയാൻ ഉടനെ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 2 തവണ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുകയാണ്. ഓരോ പ്രവർത്തകരെയായി അവശേഷിക്കുന്ന പോലീസ് ജീപ്പുകളിലും മറ്റും കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ണൂരിലെ DM ഓഫീസിന് മുൻപിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ VN വാസുവിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയത്. അകത്തേക്ക് ജീപ്പിലേക്ക് പ്രവർത്തകരെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ അകത്ത്, അതായത് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് പ്രവേശിപ്പിച്ച പ്രവർത്തകർ താഴേക്ക് ഇറങ്ങുന്നു.